ഈ ഫോട്ടോ നോക്കിയേ, ഇനി ഈ ഫോട്ടോ നോക്കിയേ, ഇനി ഈ ഫോട്ടോ നോക്കിയേ. ഈ 3 ഫോട്ടോസിലും ഇവരെ പല്ലിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ. ഇനി ഫോട്ടോസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഫോട്ടോയിലുള്ള ആൾക്ക് ഒരു ചെവിയില്ല. ഈ ഫോട്ടോയിലുള്ള ലേഡിക്ക് എക്സ്ട്രാ ഒരു കൈയുണ്ട്. ഈ ഫോട്ടോയിലുള്ള ലേഡിക്ക് 6 വിരലുണ്ട്. ഇത് എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് അല്ല കേട്ടാ. ഇത് കോൾഗേറ്റിൻ്റെ ഫോട്ടോഷോപ്പ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ ഉദ്ദേശിച്ച് സിമ്പിളാണ്. നിങ്ങളുടെ എന്ത് നന്നായാലും മോശമായാലും കുഴപ്പമില്ല, നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും ഷോക്ക് ഉണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും. 2012 ബ്രസീലിലാണ് ഈ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ കോൾഗേറ്റ് ലോഞ്ച് ചെയ്തത്. ഒരു ക്യാമ്പയിനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരു ഡയറക്റ്റ് കോൾഗേറ്റ് സെല് ചെയ്യണില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് ആൾക്കാർ പല്ല് ശ്രദ്ധിക്കും. അപ്പോൾ പല്ല് എപ്പോഴും വൃത്തിക്ക് സൂക്ഷിക്കുക, ഹൈജീനായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ആൾക്കാർ ചിന്തിച്ച്, അപ്പോൾ എൻ്റെ പല്ല് ഞാൻ വൃത്തിക്ക് സൂക്ഷിക്കണം, അപ്പോൾ എനിക്കൊരു ടൂത്ത് പേസ്റ്റ് വേണം. ഈ ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോണ സമയത്ത് അന്ന് ഏതാണോ നല്ല ബ്രാൻഡ്, ക്വാളിറ്റി ബ്രാൻഡ്, അത് ആൾക്കാർ വാങ്ങും. അന്ന് കോൾഗേറ്റ് ആയിരുന്നു അടിപൊളി ബ്രാൻഡ്. അപ്പോൾ എന്ത് ചെയ്തു, കോൾഗേറ്റ് അവയർനെസ് കൊടുത്ത്, പ്രോബ്ലത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവരെ കോൾഗേറ്റിൻ്റെ പ്രൊഡക്റ്റിലോട്ട് എത്തിച്ചു. ഇതാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ അവർ ചെയ്തത്. ഇതൊരു ലോങ് ടേം ഗെയിമാണ്. ഇങ്ങനത്തെ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ ചില സമയത്ത് എല്ലാ ബ്രാൻഡുകളും ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഒരു അവയർനെസ് ക്യാമ്പയിൻ ഞാൻ പഠിച്ചു തരികയെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മളെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് സെല് ചെയ്യാൻ നോക്കരുത്. ഡയറക്റ്റ് സെല് ചെയ്യാൻ നോക്കണം, ബട്ട് എപ്പോഴും നോക്കരുത്. അതിന് പകരമായിട്ട് നമ്മളെ പ്രൊഡക്റ്റ് എന്ത് പ്രോബ്ലമാണോ സോൾവ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ആൾക്കാരോട് എത്തിച്ചുകൊണ്ടേയിരിക്കാം. ആ ഒരു അവയർനെസ് കണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, അതിന് സൊല്യൂഷൻ അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റിലോട് എത്തണം. ഇതാണ് ഞാൻ പഠിച്ചൊരു കാര്യം. ഇങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ക്യാമ്പയിൻസ് കോൾഗേറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കുറേ ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കോൾഗേറ്റിൻ്റെ ഒരു കേസ് സ്റ്റഡി പഠിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു ക്യാമ്പയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്.